മലയോര ജനത വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടിയെന്ന മാലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും സർക്കാർ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റാത്ത പക്ഷം ജനം പ്രതികരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ടയിൽ മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷന്റെ 108ാമത് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ കാതോലിക്ക ബാവ. കേരളത്തിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും വലിയ ഭീഷണി നേരിടുകയാണെന്ന് ആശങ്ക അറിയിച്ച മലങ്കര ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസിലിയൂസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒട്ടേറെ മനുഷ്യജീവനുകൾ കാട്ടാന കവർന്നുവെന്നും കാട്ടുമൃഗങ്ങൾ എന്ന പ്രയോഗം തന്നെ അപ്രസക്തമായിരിക്കുകയാണെന്നും കാരണം കാട്ടിലെ വന്യമൃഗങ്ങളെല്ലാം ഇപ്പോൾ നാട്ടിലുണ്ടെന്നും ഇനി അവയെ നാട്ടുമൃഗങ്ങളെന്ന് വിളിക്കുന്നതാണ് ഉചിതമെന്നും ആക്ഷേപം ഉന്നയിച്ചു. നാട്ടിൽ ഇറങ്ങുന്ന മൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ്. മനുഷ്യൻ തന്റെ ഉപജീവനത്തിനായി നടത്തുന്ന അധ്വാനം മുഴുവൻ പാഴായി പോവുകയാണ്. ഇവയെ നിയന്ത്രിക്കുന്നതിനോ മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനോ കഴിയുന്നില്ലെന്നും പറഞ്ഞു. പത്തനംതിട്ടയിൽ മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷന്റെ 108ാമത് യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ കാതോലിക്ക ബാവ. മലയോര പ്രദേശങ്ങളിലെല്ലാം മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ അനേകം ഉണ്ടാകുന്നു. കാട്ടാനകളുടെ ആക്രമണങ്ങൾ മുഖാന്തരം ഇന്നലെയും ഒരു മാതാവ് കൊല്ലപ്പെട്ടു. ഇന്ന് കാട്ടാനകളെന്ന് പറയേണ്ട ആവശ്യമുണ്ട്, കാട്ടുമൃഗങ്ങളെന്നും പറയണ്ട. കാരണം കാട്ടുമൃഗങ്ങളെല്ലാം നാട്ടിലാണ്, അവരെല്ലാം നമ്മുടെ കൂടെയാണ്. ലക്ഷക്കണക്കിന് കൃഷി വിഭവങ്ങൾ നശിപ്പിക്കുന്നു. മലയോര കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി വിഭവങ്ങൾ അവർക്കൊരു വർഷം മുഴുവൻ കഴിക്കാനുള്ളത് ഒരു നിമിഷം കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. അതിനെ നിയന്ത്രിക്കുവാനോ അതിന് വേണ്ടതായിരിക്കുന്ന സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷേ മനുഷ്യനെയും സംരക്ഷിക്കണം. വന്യമൃഗങ്ങളുടെ ആക്രമണമില്ലാതെ മനുഷ്യനെ സംരക്ഷിക്കുവാൻ ബാധ്യത ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനുണ്ട്. അത് നിർവഹിക്കാത്ത പക്ഷം സാധാരണ മനുഷ്യർ അതിനെതിരെ പ്രതികരിച്ചാൽ അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതേസമയം മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ മനുഷ്യനെയും സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. സർക്കാർ തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റാത്ത പക്ഷം ജനം പ്രതികരിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ലെന്നും കൂട്ടിച്ചേർത്തു. ആന ചവിട്ടി കൊല്ലുന്ന മനുഷ്യന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയതുകൊണ്ട് കാര്യമില്ല. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. ഷെക്കന ന്യൂസ്, പത്തനംതിട്ട.